ഹലോ, വെൽക്കം ബാക്ക് ടു കൊറിയൻ ഡയറീസ്. അപ്പോൾ രാവിലെ തന്നെ സൈക്കിൾ എടുത്തിട്ട് നേരെ പള്ളിയിലേക്കാണ് കേട്ടോ. ഇന്ന് പെരുന്നാളല്ലേ, പെരുന്നാൾ നിസ്കാരം കൂടാൻ പോവുകയാണ്. സൗത്ത് കൊറിയയിലെ ഈദ് പബ്ലിക് ഹോളിഡേ അല്ല, അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകണം. അപ്പോൾ നമുക്ക് നേരെ പള്ളിയിലോട്ട് പോയാലോ. സത്യത്തിൽ വളരെ സന്തോഷമായിരുന്നു ഈ വർഷത്തെ റമദാൻ. എല്ലാവരെയും പോലെ പെട്ടെന്ന് തന്നെ തീർന്നു പോയല്ലേ. ഈ ഒരു പരിമിതികളിൽ നിന്നുകൊണ്ട് പഠിച്ചവന് വേണ്ടി മാറ്റിവെക്കുന്ന സമയമുണ്ടല്ലോ, അത് ഏറ്റവും വിലപ്പെട്ടത് തന്നെയല്ലേ. അങ്ങനെ ആദ്യം കുറച്ച് പേരെ വന്നിരുന്നുള്ളൂ, പിന്നെ ഓരോരുത്തരായി വന്നു. ഇന്ത്യക്കാർ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു പെരുന്നാൾ നിസ്കാരത്തിന്. കാലാവസ്ഥയൊക്കെ വളരെ നല്ലതായിരുന്നു, പക്ഷേ പെട്ടെന്ന് കഴിഞ്ഞുപോയി. ഒരു മാസവും ഒരു വർഷമൊക്കെ എത്ര പെട്ടെന്നാണല്ലേ കഴിഞ്ഞു പോകുന്നത്. റമദാൻ വരുന്നു എന്ന് പറഞ്ഞ് റമദാനെയും കാത്ത് പെട്ടെന്ന് റമദാൻ പോയതറിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഹോളിഡേ അല്ല, അതുകൊണ്ട് രാവിലെ എല്ലാവർക്കും ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ചെറിയ ഒരു സമയമേ ഉള്ളൂ, പക്ഷേ ആ ഒരു പരിമിതിക്കുള്ളിൽ തന്നെ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് നിസ്കരിച്ച് അതിനുശേഷം ഓരോരുത്തരായി ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ആ ഒരു സ്നേഹമുണ്ടല്ലോ, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു. ഡ്യൂട്ടിക്ക് പോവാണ്. ഫൈനലി കമ്പനിയിലെത്തി. അങ്ങനെ പെരുന്നാളിന്റെ ഡ്രസ്സ് ഇട്ടിട്ട് കമ്പനിയിലെത്തി. ബാഗിൽ ഞാൻ എൻ്റെ യൂണിഫോം കരുതിയിരുന്നു. അങ്ങനെ പെട്ടെന്ന് അതിട്ട് നമ്മളെ സദാനിക്ക് ആ ചോക്ലേറ്റും കൊടുത്ത് വേഗം പോയി ഒരു കോഫിയും കുടിച്ച് അങ്ങനെ നമ്മൾ എന്നത്തെയും പോലെ പണിയിലോട്ടേക്ക് കയറി. ഇതായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഇവിടുത്തെ പെരുന്നാൾ ആഘോഷം. പിന്നത്തെ ബ്രേക്ക് നേരെ ലഞ്ചിലോട്ടേക്കാണ്. ശരിക്കും പറഞ്ഞാൽ പെരുന്നാളിൻ്റെ മട്ടൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ ഒന്നുമില്ലെങ്കിലും നമ്മുടെ കൊറിയൻ കിംച്ചിയും സാലഡും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയായി നമ്മൾ ഈ പെരുന്നാളിൻ്റെ ഭക്ഷണം കമ്പനിയിൽ നിന്ന് തന്നെയായി. അപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റായി പോയത് കുറേ തിരക്കുകളിൽ പെട്ടുപോയി. അതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.